2025 ഈ തദ്ദേശ ഇലക്ഷനകത്ത് ഏറ്റവും ശ്രദ്ധ ആകർഷിച്ചത് തെക്കൻ കേരളമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ BJP ജയിക്കുകയും ചെയ്തു. അതുമാത്രമല്ല പന്തളത്തും വ്യക്തമായ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ BJP ശ്രമിച്ചിട്ടുണ്ട്. അത് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടന്നത് തെക്കൻ കേരളത്തിലാണ്. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനം ഒട്ടാകെ UDF അനുകൂല തരംഗം ആഞ്ഞടിച്ചപ്പോഴും വ്യക്തമായ രീതിയിൽ LDF പിടിച്ചു നിൽക്കാൻ സാധിച്ചതും തെക്കൻ കേരളത്തിലാണെന്ന കാര്യം കൂടി ചേർത്ത് പറയേണ്ടതാണ്. തെക്കൻ കേരളത്തിൽ ശക്തമായ രീതിയിൽ പിടിച്ചു നിൽക്കാൻ LDF സാധിച്ചു. മൊത്തം 39 മണ്ഡലങ്ങളാണ് തെക്കൻ കേരളത്തിലുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം എന്നീ 4 ജില്ലകളായിട്ട് 39 മണ്ഡലങ്ങളാണുള്ളത്. ആ 39 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും LDFനൊപ്പമാണ്. നിലവിലത്തെ ലീഡ് നില പരിശോധിക്കുമ്പോഴത്തേക്ക് 2025 ഇലക്ഷനകത്ത് വോട്ടിംഗ് പാറ്റേൺ നിയമസഭയിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ലീഡ് നില വ്യക്തമായിട്ടുള്ളത് LDF തന്നെയാണ്. ബാക്കി രണ്ടിടത്തും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും വ്യക്തമായ സ്വാധീനം UDF ഉറപ്പിക്കുമ്പോൾ ദക്ഷിണ കേരളത്തിൽ മാത്രമാണ് LDF പിടിച്ചിരുന്നത്. ആ കണക്ക് നോക്കുമ്പോഴത്തേക്കും വ്യക്തമായിട്ട് 39 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ LDFന് 24, UDFന് 13, BJPക്ക് 2, NDAക്ക് 2 എന്നിങ്ങനെയാണ് കണക്ക്. ആ കണക്ക് വ്യക്തമായി പരിശോധിക്കുമ്പോഴത്തേക്കും ചേർത്തല മണ്ഡലം, നമുക്ക് ആലപ്പുഴ തുടങ്ങാം. ആലപ്പുഴ ചേർത്തല മണ്ഡലം, ചേർത്തല മണ്ഡലത്തിൽ LDFനാണ് വ്യക്തമായി മേൽക്കുള്ളത്. അരൂർ മണ്ഡലത്തിലാണ് UDFന് മേൽക്കുള്ള ആലപ്പുഴ ജില്ലയിൽ. പക്ഷേ 525 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് നിലവിലെ സാഹചര്യത്തിലുള്ളത്. തുടർച്ചയായിട്ട് LDF ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായ വികസന പ്രവർത്തനങ്ങൾ ഒരുപാടുള്ള മണ്ഡലം കൂടിയായതുകൊണ്ട് തന്നെ LDFന് തിരിച്ചു വരാനുള്ള സാധ്യതയുള്ള മണ്ഡലം കൂടിയാണ്. അതേസമയം കുട്ടനാട്, മാവേലിക്കര, കായംകുളം എന്നീ മണ്ഡലങ്ങളിലും LDFനാണ് ലീഡുള്ളത്. പിന്നെ ആലപ്പുഴ ജില്ലയിൽ ലീഡുള്ളത് ഹരിപ്പാട് മാത്രമാണ്. 4238 വോട്ട് ലീഡ് ഹരിപ്പാടോടെ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ്. രമേശ് ചെന്നിത്തല തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. അവിടെ UDF പുറമോട്ട് പോയിട്ടില്ല എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. പിന്നെ ചെങ്ങന്നൂര്, ആലപ്പുഴ, അമ്പലപ്പുഴ എന്നീ 3 വ്യക്തമായ രീതിയിൽ വോട്ട് പരിശോധിക്കുമ്പോഴത്തേക്കും ലീഡുള്ളത് LDFന് തന്നെയാണ്. പിന്നെ പത്തനംതിട്ട ജില്ലയിലേക്ക് വരുമ്പോഴത്തേക്കും പത്തനംതിട്ട ജില്ലയിൽ 5 മണ്ഡലവും വ്യക്തമായിട്ട് UDFന് സ്വാധീനമുണ്ട്. കഴിഞ്ഞ നിയമസഭ ഇലക്ഷനിൽ 5 ജയിച്ചത് LDF ആയിരുന്നു. പക്ഷേ ഈ വോട്ട് നില പരിശോധിക്കുമ്പോഴത്തേക്കും 5 പുറകിൽ നിൽക്കുന്നത് LDF ആണ്. UDF തിരിച്ചു കയറി എന്ന് പറയാം. റാന്നി, ആറന്മുള, അടൂര്, തിരുവല്ല, കോന്നി എന്നിവിടങ്ങളിൽ വ്യക്തമായ ലീഡുണ്ട്. പക്ഷേ അടൂരും കോന്നിയിലും 1000-ന് താഴെയാണ്, കോന്നിയിൽ 500-ന് താഴെയാണ് ലീഡ് എന്ന കാര്യം കൂടി ചേർത്ത് പറയേണ്ടതാണ്. പക്ഷേ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ആറന്മുള മണ്ഡലത്തിൽ 13,572 വോട്ടിന്റെ ലീഡാണ് ഇത്തവണ UDFന് ഉള്ളത് എന്ന കാര്യം ചേർത്ത് പറയേണ്ടതാണ്. തിരുവല്ലയിലും പുറമോട്ടാണ്, റാന്നിയിലും പുറമോട്ടാണ്. റാന്നിയും LDF തന്നെയാണ് 2021 ഇലക്ഷനിൽ വിജയിച്ചത്. പിന്നെ കൊല്ലം ജില്ലയിലേക്ക് വരുമ്പോഴത്തേക്കും കൊല്ലം മണ്ഡലം, ഇരവിപുരം മണ്ഡലം, ചടയമംഗലം മണ്ഡലം എന്നിവിടങ്ങളിൽ വ്യക്തമായ ലീഡ് LDFനാണുള്ളത്. ചവറ, കരുനാഗപ്പള്ളി, കുന്നത്തൂര്, പത്തനാപുരം എന്നീ 4 മണ്ഡലങ്ങളിൽ മാത്രമാണ് ലീഡ് വ്യക്തമായി സ്ഥാപിച്ചെടുക്കാൻ UDFന് സാധിച്ചിട്ടുള്ള. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, 2021 ഇലക്ഷനകത്ത് കരുനാഗപ്പള്ളിയിൽ മാത്രമാണ് UDFന് ജയിക്കാൻ സാധിച്ചത്. ബാക്കിയുള്ളതെല്ലാം LDF ആണ് ജയിച്ചത്. കൊല്ലം ജില്ല മൊത്തം നോക്കുമ്പോഴത്തേക്കും കുണ്ടറയിലും കരുനാഗപ്പള്ളിയിലും മാത്രമാണ് 2021 ഇലക്ഷനകത്ത് ജയിക്കാൻ സാധിച്ചത്. ആ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും ഇത്തവണ അധിക മാറ്റം ഉണ്ടായിട്ടുണ്ട്. ചവറ, കരുനാഗപ്പള്ളി, കുന്നത്തൂർ, പത്തനാപുരം എന്നീ 4 മണ്ഡലങ്ങളിൽ വ്യക്തമായ ഒരു സ്വാധീനം സൃഷ്ടിച്ചെടുക്കാൻ UDFന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ നിയമസഭ ഇലക്ഷനിൽ ജയിച്ച കുണ്ടറ മണ്ഡലത്തിൽ 2025 കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും ലീഡ് LDFനാണെന്ന കാര്യം കൂടി ചേർത്ത് പറയേണ്ടതുണ്ട്. പൊന്നൂര്, ചാത്തന്നൂർ, കുണ്ടറ എന്നീ മണ്ഡലങ്ങളിലും വ്യക്തമായ ലീഡ് LDFനാണുള്ളത്. അതിനുശേഷം തിരുവനന്തപുരം ജില്ലയിലേക്ക് വരുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലയിൽ 2 മാത്രമാണ് UDFന് ലീഡ് പിടിക്കാൻ സാധിച്ചിട്ടുള്ള. 2 മണ്ഡലങ്ങൾ മാത്രമാണ്, ചിറയൻകീഴ്, നെയ്യാറ്റിൻകരയാണ് ആ 2 മണ്ഡലങ്ങൾ. അതല്ലാതെ വേറെ 2 മണ്ഡലങ്ങളിൽ ലീഡ് പിടിക്കാൻ അവിടെ BJPക്ക് സാധിച്ചിട്ടുണ്ട്. അത് വട്ടിയൂർക്കാവും നിയമമാണ്. ഈ 4 മണ്ഡലങ്ങൾ മാത്രമാണ് LDF പുറമോട്ട് പോയത്. ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളും കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും വർക്കല, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, വാമനപുരം, കഴക്കൂട്ടം, തിരുവനന്തപുരം, അരുവിക്കര, പാറശാല, കാട്ടക്കട, കോളം എന്നീ മണ്ഡലങ്ങളിൽ വ്യക്തമായ വോട്ട് പിടിക്കാൻ സാധിച്ചിട്ടുള്ളത് LDFനാണ്. അതിൽ കോവളം മണ്ഡലം മാത്രമാണ് UDFന്റെ കയ്യിലുള്ള. ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളും ജയിച്ചിട്ടുള്ളത് LDF ആണ്. 2021 ഇലക്ഷൻ നോക്കുമ്പോൾ വ്യക്തമായി പറയാൻ സാധിക്കും. പക്ഷേ ഈ ഇലക്ഷനകത്ത് ശക്തമായി UDF തരംഗം ആഞ്ഞടിച്ചിട്ടും LDF തിരുവനന്തപുരം ജില്ലയിൽ പിടിച്ചു. ഒരു കോർപ്പറേഷൻ പോയി എന്ന കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷെ അവിടുത്തെ വോട്ടുകൾ പരിശോധിക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വോട്ട് വന്നിട്ടുള്ളത് കോർപ്പറേഷൻ പരിധിയിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ വോട്ട് വന്നിട്ടുള്ളത് LDFന് തന്നെയാണ്. പക്ഷെ കോർപ്പറേഷന്റെ ഭരണം പോയി, കണക്കിലെ കളി മൂലം കോർപ്പറേഷന്റെ ഭരണം പോയി എന്ന കാര്യം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ ശക്തമായ LDF വിരുദ്ധ തരംഗത്തിനകത്തും പിടിച്ചു നിന്നത് തിരുവനന്തപുരത്തെയും ദക്ഷിണ കേരളത്തിലെയും LDF മാത്രമാണ് എന്ന് തന്നെ പറയാം. ദക്ഷിണ കേരളത്തിൽ 39 മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കും 4 ജില്ലകളിലെ 39 മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കും അതിൽ 24 ജയിച്ചത് LDF ആണ്. UDFന് 13, NDAക്ക് 2 മാത്രമുള്ളത്. അത് മാത്രമല്ല വെട്ടൂർക്കാവ്, നേമടക്കല മറ്റു മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കും നിയമസഭ ഇലക്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഈ സ്ഥാനങ്ങൾ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദക്ഷിണ കേരളത്തിൽ എന്തായാലും LDF പിടിച്ചു നിന്നു എടുത്ത് തന്നെ നമുക്ക് പറയാം.